ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളില്ലാതെ അവർ ഹാപ്പിയാണോ? അവരുടെ ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ എന്തൊക്കെയാണ്? നിങ്ങളില്ലാതെ ഹാപ്പിയാണോ? അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുമായിട്ട് ഒരു ബ്രേക്കപ്പിലായി പോയതിന് ശേഷം അദ്ദേഹം ആദ്യമൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. അതായത് ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് അവർക്കും ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ കൂടെ കടന്നു പോയിട്ടുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കും അത് ഹാൻഡിൽ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള, എന്തൊക്കെ തന്നെ ആയാലും ഒരുമിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷനിൽ സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. രണ്ടുപേരുമായിട്ടുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ, ആവശ്യമില്ലാത്ത വഴക്കുകൾ എന്നുള്ള രീതിയിലൊക്കെ വന്നപ്പോൾ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടോക്സിസിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരിക്കണം. ആ ഒരു സമയത്തായിരിക്കണം ഇദ്ദേഹം വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കുക. ഇനി എനിക്ക് ഇത് സഹിക്കാനൊന്നും പറ്റില്ല, വേണ്ട. ആ ഒരു സമയത്തേക്ക് പോയിരുന്ന ടൈമിലേക്ക് ആള് ഭയങ്കരമായിട്ട് എന്താ പറയാ ഹാപ്പി ആയിരുന്നു ആള്. പക്ഷേ ആ ഒരു കുറച്ച് ദിവസം അങ്ങട് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 2 3 ദിവസത്തിന് ശേഷമായിരിക്കണം അദ്ദേഹം തിരിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പൊ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്, ഒട്ടും എന്താ പറയാ നമ്മൾ വിചാരിച്ചാൽ പോലും വിട്ടു കൊടുക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് ഈ ഒരു കണക്ഷൻ എന്ന് അവർക്ക് മനസ്സിലാകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം പെട്ടെന്നൊരു ചേഞ്ചസ് ആളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒട്ടും. അവരായിരുന്നു അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ആ അദ്ദേഹത്തിന്റെ കുറേയൊക്കെ ഒരു ഹാപ്പി മൊമെന്റ് നിങ്ങളുമൊത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നുള്ള കാര്യം ആളെന്തായാലും തിരിച്ചറിയുന്നുണ്ട്. പോയ സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇപ്പൊ പെട്ടെന്നൊരു ചേഞ്ചസ്, ടവർ കാർഡാണ്, പെട്ടെന്നൊരു ചേഞ്ചസ് ആണ് ആൾക്ക് വന്നിട്ടുള്ളത്. ആൾക്ക് പോയിരുന്ന ടൈം നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആളത്ര ഹാപ്പി ആയിട്ട് കാണുന്നില്ല. ആള് ഓക്കെ അല്ല എന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 4 ഓഫ് കപ്സ് ഉണ്ട് ആൾക്ക്. എന്താ പറയാ, ആൾ ഇപ്പോൾ അയക്കുന്ന സിറ്റുവേഷനിൽ ആൾ ഓക്കെ ആണ്. ആൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് എല്ലാം ഉണ്ടായിട്ടും ഒരു എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫീലാണ് ആൾക്ക് ഇപ്പോൾ ഉള്ളത്. അത് മെയിനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളൊരു അഭാവം, നിങ്ങളില്ലാത്തതിൻ്റെ ഒരു ഒരു മിസ്സിങ് ഫീലാണ്. എല്ലാം ഉണ്ട് ആൾക്ക്. പക്ഷെ എന്തൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇവിടെ കണ്ടില്ലേ, ഇവിടെ പെൻഡിക്കിൾസ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. 9 ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ആൾക്ക്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കരിയറിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആളവിടെ ഓക്കെ ആവുന്നില്ല. എന്തോ എല്ലാം ഉണ്ടായിട്ടൊരു മിസ്സിങ് ഫീലാണ് ആൾക്ക് ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആള് ആദ്യമൊക്കെ ചിലപ്പോൾ ബോയ്സ് ഒക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ പോയിട്ടൊരു എന്താ പറയാ ഒരു ഇത് ആയിന്നൊക്കെ പണ്ടൊന്ന് ഒരു പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് രീതിയിൽ ഫസ്റ്റ് ഡേ ഒക്കെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അഗെയിൻ ഒരു 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം നേരെ മൈൻഡ് ചേഞ്ച് ആവാണ് ചെയ്തിട്ടുള്ളത്. ഉദ്ദേശിച്ച പോലെ ആൾക്ക് എന്തായാലും പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ളൊരു നിങ്ങളുടെ അടുത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അഡിഷൻ, അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആൾക്ക് എന്തായാലും വരുന്നുണ്ട് ഇവിടെ. ആ ഒരു ആളിപ്പോ ചിന്തിച്ചിട്ടുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഹാപ്പി ആയിരിക്കും ഞാനില്ലാതെ, അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു തോട്ട് ആളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതാണ്. കാരണം ഇത് ഏകദേശം അവസാനിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ബന്ധം. ഇനിയിപ്പം ഞാൻ ചെന്ന് തിരിച്ചങ്ങോട്ടൊരു റീ എൻട്രി നടത്തിയാലും അവർ ഇനി ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല എന്നുള്ളൊരു തോട്ടൊക്കെ എൻഡായ പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ആളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ഓൾമോസ്റ്റ് ഇതിൽ നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്ക് ഒട്ടുമിക്ക പേരിലും എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ചിലർക്ക് ഇങ്ങനെ ഒരു ഫാൾസ് ട്വിൻ ഫ്ലെയിമിന്റെ കണക്ഷൻ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ഈ ഒരു കണക്ഷൻ വന്നതിന് ശേഷം എല്ലാവർക്കും അല്ല, ഒരു 30% ആൾക്കാർക്കാണ് ഒരു ഫാൾസ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്പിരിച്വലി അവേക്കണിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിലായതിനു ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഭയങ്കര സെക്യൂർഡ് ആണ്, ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്, ഭയങ്കര സെക്യൂർഡ് ആണ് നിങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നിങ്ങൾ
ഒട്ടും സെക്യൂർഡ് അല്ലാത്ത ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കുക നിങ്ങൾ ഒട്ടും സെക്യൂർഡ് അല്ല. എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ളൊരു ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാവില്ല. ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല, നിൽക്കാനാവില്ല. ചിലപ്പോൾ ഒരു സൂസൈഡ് ആയിട്ടുള്ള അറ്റംപ്റ്റിന് പോലും നിങ്ങൾ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ ആലോചിക്കുന്ന പോലും ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനെ കൊണ്ട് നിങ്ങളുടെ സ്വയം കൺട്രോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പല സിറ്റുവേഷനിലും എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം സ്ട്രഗ്ലിംഗ് പീരീഡാണ് എനിക്കിവിടെ ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ദൈവത്തിനോടുള്ള ഒരു വിശ്വാസം പോലും നഷ്ടപ്പെട്ടുള്ള ഒരു അവസ്ഥ, ദൈവം ഉണ്ടോന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഇവിടെ വന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ചെറുതായിട്ടെങ്കിലും അവർക്കൊരു ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്പിരിച്വലി കുറേ പേർക്കെങ്കിലും ഒരു സ്പിരിച്വലി അവേക്കണിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഈ ദുഃഖങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടുള്ള വിഷമം എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കുക. ഇതോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കാം ഒരുപാട് പേർക്ക് ഇപ്പോൾ ഒരു ബ്ലിസ് സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രകൃതി തന്നെ നിങ്ങൾ ആലോചിക്കുന്ന ആ ഒരു കാര്യത്തിന് ഉത്തരം തരുന്ന ഒരു സിറ്റുവേഷൻ, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ രീതിയിലുള്ളൊരു മറ്റേ യൂണിവേഴ്സൽ നമ്പേഴ്സ്, ഈ പറഞ്ഞ പോലെ 1112223333 എന്നുള്ള യൂണിവേഴ്സൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. യൂണിവേഴ്സ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു അലൈൻമെന്റിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പ്രകൃതി തന്നെ നിങ്ങൾ മനസ്സിൽ ചോദിക്കുന്ന പല ആൻസേഴ്സിനും ഉത്തരങ്ങളായിട്ട് പ്രകൃതി തന്നെ നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുതരുന്ന ഒരു അവസ്ഥ. ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു ബ്ലിസ്സിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് പലർക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പല സ്റ്റേജുകളുണ്ട്. ആദ്യം എന്താ പറയുക, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി അവേക്കണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ, ഡിപ്രഷൻ, പിന്നെ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, ബ്ലിസ്സിങ് സ്റ്റേജ്, അങ്ങനെ പല സ്റ്റേജുകളും കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മളിലേക്ക് വീണ്ടും എഗെയിൻ ഈ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നമ്മളിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏത് സ്റ്റേജാണോ നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഏത് സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു പ്ലാൻ ഡിവൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയമായിരിക്കാം, എന്തെന്നില്ലാത്ത ദേഷ്യമായിരിക്കാം, എല്ലാവരോടും വെറുതെ നിങ്ങൾ ദേഷ്യപ്പെടുത്തുന്ന സിറ്റുവേഷൻ. ഇയാൾ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ നിമിഷം മുതൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഭയമായിരിക്കണം. ആ ഒരു പേഴ്സൺ എന്തോ നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒട്ടും സെക്യൂർഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. ആദ്യമൊക്കെ ഒരുപാട് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഒട്ടും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സിലല്ല നിങ്ങൾ ഒരുപാട് പേര് നിൽക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.